ആളുകൾ പറയണ കേട്ടു വലിയ അഭ്യാസമൊക്കെ ആയിരുന്നു. എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം? ഞാനും പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അത് ചേട്ടന്റെ ശരീരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. തോന്നിയല്ല, തോന്നും. ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാ മനസ്സിലാവൂ. ഒരു കള്ളുകൂടിയന് മാത്രമേ മറ്റൊരു കള്ളുകൂടിയനെ കണ്ടാ മനസ്സിലാവൂ. ബ്രഹ്മവിലാസം സർക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഞാനൊരു 10 വർഷം മുട്ട ചേർന്നു ഒരു 2-3 മുട്ടയും കൊണ്ടുപോവാ. 5-6 കൊണ്ടുവരാം. 5-6 എന്തൊരു തീറ്റയും കുടിയോ ഇത്. ഇതെന്തോ തീറ്റ? ഞാൻ പണ്ട് ബ്രഹ്മവിലാസം ഹോട്ടലില് ആനയെ വിഴുങ്ങി ഒന്ന് മിണ്ടായിരിക്കണുണ്ടോ? ചേട്ടാ, അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസന്റ് ആയിട്ടേ പെരുമാറാവും. അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസന്റ് ആയിട്ടേ പെരുമാറാവും. റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതെന്റെ ഒരു നിർബന്ധമാ. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. എല്ലാരും സന്തോഷമായിരിക്കണം. ചേച്ചി ചേട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. കൃഷ്ണമണി നമുക്ക് എന്താ വേണ്ട? നമുക്ക് മണ്ണ് അല്ല മൂക്ക് മണ്ണി മുട്ടുന്നിടം വരെ കുടിക്കണം. വയറ് പൊട്ടുന്നിടം വരെ വല്ലതും കഴിക്കണം. മരിക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണം. ചേട്ടൻ ഉറങ്ങിക്കോ? ചേട്ടൻ ഉറങ്ങിക്കോ? പക്ഷെ നീ പോയ ശേഷം പോയതിനു ശേഷം സുഖമായിട്ടോ ഞാൻ പോവാ. ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. റോങ് ആയിട്ടൊന്നും സംഭവിക്കാനും പാടില്ല. കേട്ടോ ചേട്ടാ? സോജാ രാജകുമാര സോജാ രാജകുമാര